സുരേഷ് എന്ന് പറഞ്ഞ ചങ്ങായിട്ടില്ലേ, ഓനക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ട് പോലും. അപ്പൊ എനിക്ക് അടിച്ചിട്ട് ഞാൻ പറയൂ ഞാൻ ഓക്കെ ആയിക്കോട്ടെ പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്നലെ 4:53 എടുത്തു കൊടുക്കുന്നു ഞാൻ. 4:53 വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഈ വർഷത്തെ തിരുവോണം ബമ്പറിന്റെ വിജയിയെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ഇന്നലെയാണ് കേരള ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ വിജയിയെ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ തനിക്കാണ് ആ ബമ്പർ ലോട്ടറി അടിച്ചത് എന്ന് അവകാശപ്പെട്ട ദുബായിലെ ഹോട്ടൽ ജീവനക്കാരനായ വയനാട് പനമരം സ്വദേശി സയ്യിദ് അലവി ഇന്ന് രംഗത്ത് വന്നിരുന്നു. നാട്ടിലെ തന്റെ സുഹൃത്തായ അഹമ്മദ് വഴിയാണ് താൻ ടിക്കറ്റ് വാങ്ങിയത് എന്നും ഇതിന്റെ പണം അഹമ്മദിന് ഗൂഗിൾ പേ വഴി അയച്ചിരുന്നെന്നും ഒന്നാം സ്ഥാനം കിട്ടിയ ടിക്കറ്റിന്റെ ഫോട്ടോ അഹമ്മദ് തനിക്ക് അയച്ചിരുന്നു എന്ന് പറഞ്ഞാണ് സയ്യിദ് അലവി രംഗത്ത് വന്നത്. ഇതിനു പിന്നാലെ മാധ്യമങ്ങൾ ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ അടിച്ചത് സയ്യിദ് അലവിക്കാണെന്ന വാർത്തകളും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ വയനാട്ടുകാരനായ സയ്യിദ് അലവിയുടെ കോഴിക്കോട് സ്വദേശിയായ അഹമ്മദ് എന്ന സുഹൃത്ത് എങ്ങനെയാണ് എറണാകുളത്തെ തൃപ്പണ്ണിത്തുറയിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് വാങ്ങിയത് എന്ന ആശയക്കുഴപ്പം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കവെയാണ് കൊച്ചിയിലെ മരട് സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ജയപാലിനാണ് യഥാർത്ഥത്തിൽ ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം അടിച്ചെന്ന സ്ഥിരീകരിച്ച വാർത്ത പുറത്തുവരുന്നത്. ജയപാൽ ടിക്കറ്റുമായി ബാങ്കിൽ ബന്ധപ്പെട്ടതിന്റെ രേഖകളടക്കം പുറത്തുവിട്ടാണ് മാധ്യമങ്ങൾ ജയപാലിനാണ് ഒന്നാം സമ്മാനം കിട്ടിയതെന്ന വാർത്ത സ്ഥിരീകരിച്ചത്. ഇന്നലെ തന്നെ തനിക്കാണ് ഒന്നാം സമ്മാനമായ 12 കോടി രൂപ അടിച്ചത് എന്ന് ജയപാലിന് മനസ്സിലായിരുന്നു. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നാൽ തന്റെ മറ്റു പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നതിനാലാണ് ജയ്പാൽ ആദ്യം തന്നെ ഇക്കാര്യം പുറത്തുവിടാത്തത്. പിന്നീട് ടിക്കറ്റുമായി ബാങ്ക് മാനേജറെ കണ്ടതിന് ശേഷം ബാങ്ക് മാനേജർ തന്നെ ഇക്കാര്യം പരസ്യമാക്കാൻ തന്നോട് പറയുകയായിരുന്നു എന്നാണ് ജയപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ജയപാലിന് ഒന്നാം സമ്മാനം ലഭിക്കുമ്പോൾ ചർച്ചയാകുന്ന വ്യക്തി ആദ്യം തനിക്കാണ് സമ്മാനം കിട്ടിയെന്ന അവകാശവാദവുമായി രംഗത്ത് വന്ന സയ്യിദ് അലവിയാണ്. തന്റെ സുഹൃത്തായ അഹമ്മദ് തന്നെ ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതായാണ് സയ്യിദ് അലവി പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അഹമ്മദിന്റെ ഒരു ഓഡിയോ സന്ദേശം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ 4:10 എനിക്ക് ഒരാളെന്താക്കി അടിച്ച ടിക്കറ്റ് ഫേസ്ബുക്കിൽ കിട്ടുന്നത്. ഫേസ്ബുക്കിൽ ഞാൻ എന്താക്കി 4:53 എന്താക്കി ഓൻ കിട്ടുകൊടുത്തു. 4:53 ഇന്നലെ അടിച്ചത്, ഇന്നലെ കേട്ടോ. 4:10 ഒരാൾക്ക് ഫേസ്ബുക്കിൽ എനിക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ചെയ്തത് നമ്മളൊരു കമ്പനി ഉള്ളതാ. അപ്പൊ ഞാൻ എന്താക്കി ആ ടിക്കറ്റ് അങ്ങനെ ഉടനെ ചെയ്ത് ഓനിക്ക് വിട്ടുകൊടുത്ത്. അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ പറഞ്ഞിങ്ങനെ അഞ്ഞി പറഞ്ഞേക്കെ സുരേഷ് എന്ന് പറഞ്ഞ ചങ്ങായിട്ടില്ലേ, ഓനക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ട് പോലും. അപ്പൊ എനിക്ക് അടിച്ചിട്ട് ഞാൻ പറയൂ ഞാൻ ഓക്കെ ആയിക്കോട്ടെ പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്നലെ 4:53 എടുത്തു കൊടുക്കുന്നു ഞാൻ. 4:53 എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നും അതിനെപ്പറ്റി തനിക്ക് യാതൊന്നും അറിയില്ല എന്നുമാണ് അഹമ്മദ് പറയുന്നത്. എനിക്ക് ഈ ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ട് ഇന്നലെ 4:10 ഒരാൾ എനിക്ക് ഫേസ്ബുക്കിൽ ഇട്ട് തന്നു. ഈ ടിക്കറ്റ് താൻ സയ്യിദ് അലവിക്ക് 4:53 അയച്ചു കൊടുത്തു. ഒരു സുഹൃത്തിന് സയ്യിദ് അലവി കുറച്ച് കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. തനിക്കാണ് സമ്മാനം ലഭിച്ചതെന്ന് ഇയാളോട് പറയുമെന്നും സയ്യിദ് അലവി എന്നോട് പറഞ്ഞോളൂ എന്ന് ഞാനും പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നുമില്ല എന്നും എനിക്ക് ലോട്ടറിയുടെ പരിപാടിയില്ല എന്നും സയ്യിദ് അലവിയുമായി കമ്പനിയുണ്ടെന്ന് മാത്രമാണുള്ളൂ എന്നുമാണ് അഹമ്മദ് പറയുന്നത്. എന്നാൽ താനെടുത്ത ടിക്കറ്റിനാണ് ഓണം ബമ്പർ ഒന്നാം സമ്മാനമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്നും ഇതുവരെ തിരുത്തി പറയാൻ അഹമ്മദ് തയ്യാറായിട്ടില്ല എന്നുമാണ് സയ്യിദ് അലവി പറയുന്നത്. എന്നാൽ താൻ സയ്യിദ് അലവിയോട് തിരുത്തി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അഹമ്മദ് പറയുന്നത്. തമാശക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞു പിന്നീട് സയ്യിദ് അലവിക്ക് അയച്ച ശബ്ദ സന്ദേശവും അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കേൾപ്പിച്ചു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഓണം ബമ്പറിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാവണം ഒന്നാം സമ്മാനത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.